ഇന്നത്തെ വീഡിയോ ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. അതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, ടൊമാറ്റോ, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊരു ചോപ്പറിൽ സെപ്പറേറ്റ് ചോപ്പ് ചെയ്തെടുത്തതാണ്. കൈകൊണ്ടാണ് ചോപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം തിന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡായിട്ടുള്ള മയണൈസാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ അത്യാവശ്യം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് മയണൈസ് ചെയ്തെടുത്തേക്കുന്നത്. ആ ഒരു മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സായി വരാൻ കണക്കാക്കിയാണ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അടുത്തതായിട്ട് സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ്, ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ തന്നെ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന മയണൈസ് മിക്സ്ചർ, പിന്നെ ബട്ടർ. ഇനി ബട്ടർ ഒരു പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് ഓരോന്നായിട്ട് പാനിലേക്ക് ഇടുക. ബ്രെഡിൻ്റെ ബോർഡറിലുള്ള ബ്രൗൺ ഭാഗം ആവശ്യമാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഇനി ബ്രെഡിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് ബ്രെഡ് സ്ലൈസസ് മാറ്റാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സ്ചർ ഒരു ബ്രെഡ് സ്ലൈസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മറ്റേ സ്ലൈസിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും സ്പ്രെഡ് ചെയ്യണം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം രണ്ടും ചേർത്ത് വെച്ചിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.